ഹായ് എവരിവൺ, നമുക്കിന്ന് സ്റ്റോക്ക് സ്പാൻ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഗിവൺ എ സ്റ്റോക്സ് പ്രൈസ് ഇൻ ദ ഫോം ഓഫ് അറേ ഫോർ n കോൺസിക്യൂട്ടീവ് ഡേയ്സ്. നമുക്കൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് n കോൺസിക്യൂട്ടീവ് ഡേയ്സിലെ ഒരു അറേയുടെ രൂപത്തിൽ തന്നിട്ടുണ്ടാവും. ദ സ്പാൻ എസ് ഐ ഫോർ സ്റ്റോക്സ് പ്രൈസ് ഓൺ ഗിവൺ ഡേ ഐ ഈസ് ഡിഫൈൻഡ് ആസ് മാക്സിമം നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഡേയ്സ് ജസ്റ്റ് ബിഫോർ ഗിവൺ ഡേ ഫോർ വിച്ച് price of stock on current day is less than or equal to its price on given day. സ്പാൻ എന്താണെന്ന് നമുക്കൊരു ഇൻപുട്ടിലൂടെ മനസ്സിലാക്കാം. ഇൻപുട്ട് 100, 80, 60, 70, 60, 75, 85. ഈ അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 എലമെന്റ്സ് ആണ് ഈ അറയിലുള്ളത്. അതിൻ്റെ അർത്ഥം 7 കോൺസിക്യൂട്ടീവ് ഡേയ്സിലെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആണ് ഈ അറയിൽ തന്നിരിക്കുന്നത്. ഇത് ഡേ 0, ഇത് ഡേ 1, ഇത് ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6. 100ന്റെ സ്പാൻ 1, 80യുടെ സ്പാൻ 1, 60യുടെ സ്പാൻ 1, 70യുടെ 2, 60യുടെ 1, 75ന്റെ 4, 85ന്റെ 6. ഇനി നമുക്ക് സ്പാനിൻ്റെ ഡെഫിനിഷനിലോട്ട് വരാം. സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 70യുടെ സ്പാൻ നോക്കാം. എത്ര നമ്പേഴ്സ് ഉണ്ട് 70യേക്കാളും കുറവായിട്ട് 70യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് അടുപ്പിച്ച് വേണം ഈ നമ്പേഴ്സ് എല്ലാം വരാൻ. അങ്ങനെ നമ്മൾ നോക്കുവാണ് 70യുടെ ലെഫ്റ്റ് സൈഡിലോട്ട്. ആദ്യമേ 60 70യിലും കുറവാണ്. അന്നേരം നമുക്ക് 1 കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ 80യും 70യും നോക്കുവാണ്. അന്നേരം 80 70യേക്കാളും ഗ്രേറ്റർ ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു കോൺസിക്യൂട്ടീവ് എലമെന്റ് മാത്രമേ ഉള്ളൂ 70യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വിത്ത് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 70. 70യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു നമ്പർ മാത്രമേ ഉള്ളൂ വിത്ത് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 70. അത് 60 ആണ്. അന്നേരം 1 പ്ലസ് 1 ആയിരിക്കും 70യുടെ സ്പാൻ. ഇനി നമുക്ക് ഈ 75ന്റെ സ്പാൻ നോക്കാം. എത്ര കോൺസിക്യൂട്ടീവ് എലമെന്റ്സ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 75 വരുന്നത്? 60 ഉണ്ട്, 70 ഉണ്ട്, 60 ഉണ്ട്. ഈ 3 എലമെന്റ്സ് മാത്രമാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 75 വരുന്നത്. അന്നേരം 3 പ്ലസ് 1 ആയിരിക്കും 75ന്റെ സ്പാൻ, എന്ന് വെച്ചാൽ 4. സിമിലർലി 85ന്റെ നോക്കുമ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 85ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട്? ആ എലമെന്റ്സ് എല്ലാം അടുപ്പിച്ച് വരണം. 75, 60, 70, 60, 80. ഇത്ര എലമെന്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 85 ആണ്. ഇത് എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ആണ്. 5 പ്ലസ് 1 ആയിരിക്കും 85ന്റെ സ്പാൻ. അങ്ങനെ നമുക്ക് 6 കിട്ടി. ഇനി 80യുടെയും 100ന്റെയും 60യുടെയും സ്പാൻ 1 ആണ്. കാരണം ഈ എലമെന്റ്സിൻ്റെ ഒക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 80യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 100 ഉള്ളത്. 100 ഗ്രേറ്റർ ദാൻ 80 ആണ്. അതുകൊണ്ട് 0 പ്ലസ് 1 ആയിരിക്കും. അങ്ങനെ നമുക്കിവിടെ 1 വന്നു. 60യുടെ ലെഫ്റ്റ് സൈഡിലോട്ടും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എലമെന്റ്സും ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് 60യുടെ സ്പാനും 1 ആണ്. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് നോക്കാം. ബ്രൂട്ട് ഫോഴ്സിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? ഓരോ എലമെന്റും എടുക്കും, എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര കോൺസിക്യൂട്ടീവ് എലമെന്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കറണ്ട് എലമെന്റ് ആണെന്ന് നോക്കും. അത് പ്ലസ് 1 ആയിരിക്കും ഓരോ എലമെന്റിൻ്റെയും സ്പാൻ. ആദ്യം നമ്മൾ 100 എടുക്കും. 100ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എലമെന്റ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് 100ന്റെ സ്പാൻ 1 ആയിരിക്കും. പിന്നെ നമ്മൾ 80 എടുക്കും. 80യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ എത്ര കോൺസിക്യൂട്ടീവ് എലമെന്റ്സ് ഉണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80? അത് പ്ലസ് 1 ആയിരിക്കും 80യുടെ സ്പാൻ. സിമിലർലി 60യുടെ കേസിലും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യും. എത്ര എലമെന്റ്സ് ഉണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60? 60യുടെ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് 1 ആയിരിക്കും 60യുടെ സ്പാൻ. അതുപോലെ 70ക്കും 60ക്കും 75നും 85ക്കും എല്ലാം നമ്മൾ സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നോക്കുവാണെങ്കിൽ
ഓരോ എലമെൻറ്റിന് വേണ്ടിയും നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ട്രാവേഴ്സൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² ആയിരിക്കും. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1. നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n² നിന്ന് എങ്ങനെ ഓർഡർ ഓഫ് n ആക്കാമെന്ന് നോക്കാം. ബ്രൂട്ട് ഫോഴ്സിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? നമ്മൾ ഒരു എലമെൻറ്റിൽ നിൽക്കും, എന്നിട്ട് ആ എലമെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര കോൺസിക്യൂട്ടീവ് എലമെൻറ്റ്സ് ഉണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഇപ്പം നിൽക്കുന്ന എലമെൻ്റ് എന്ന് നോക്കും. അത് k ആണെന്ന് വിചാരിച്ചോ. k+1 ആയിരിക്കും നമ്മൾ ഇപ്പം നിൽക്കുന്ന ആ എലമെൻറ്റിൻ്റെ സ്പാൻ. ഈ ഒരു കാൽക്കുലേഷൻ റിഡൻഡൻ്റ് ആയിരുന്നു ഈ അറയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും. നമുക്ക് പ്രീവിയസ് ഗ്രേറ്റർ എലമെൻറ്റ് ഐഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഈ പ്രോബ്ലത്തെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓരോ എലമെൻറ്റിനും പ്രീവിയസ് ഗ്രേറ്റർ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കും. ആദ്യം 10ൻ്റെ കേസ് എടുക്കാം. 10ന് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇല്ല. അതുകൊണ്ട് 10ന്റെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് ആയിട്ട് നമുക്ക് -1 കൊടുക്കാം. ഇനി 4ന്റെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാം. 4ന്റെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ആണ്. 10ന്റെ ഇൻഡെക്സ് എത്രയാ? 0 ആണ്. ഇനി നമുക്ക് 5ന്റെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാം. 5ന്റെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഏതാണ്? അത് 10 ആണ്. 10ന്റെ ഇൻഡെക്സ് എത്രയാ? 0. ഇനി നമുക്ക് 90യുടെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കാം. 90ക്ക് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇല്ല. അതുകൊണ്ട് 90യുടെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് -1 ആണെന്ന് വിചാരിക്കുക. ഇനി 120യുടെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കണം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ 120ക്ക് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇല്ല. അന്നേരം 120യുടെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് എത്രയാണ്? -1. ഇനി നമുക്ക് 80യുടെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് കണ്ടുപിടിക്കണം. 80യുടെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് എത്രയാണ്? 120 ആണ്. 120യുടെ ഇൻഡെക്സ് എത്രയാണ്? 4 ആണ്. നമുക്ക് ഓരോ എലമെന്റിന്റെയും പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് കിട്ടി. ഇവിടെ ഇങ്ങനെ ഒരു അറയിൽ നമുക്ക് ഓരോ എലമെന്റിന്റെയും സ്പാന കണ്ടുപിടിക്കണ്ടേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഓരോ എലമെന്റിന്റെ ഇൻഡെക്സ് എടുക്കുക, അത് മൈനസ് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് ചെയ്യുക. ഇവിടെ നോക്കുവാണെങ്കിൽ 0 -1, അങ്ങനെ നമുക്കിവിടെ 1 കിട്ടി. 1 -0, അങ്ങനെ ഇവിടെ 1 കിട്ടി. 2 -0, അങ്ങനെ ഇവിടെ 2 കിട്ടി. 3 -1 എന്ന് വെച്ചാൽ 3 + 1, അങ്ങനെ ഇവിടെ 4 കിട്ടി. 4 -1, അങ്ങനെ ഇവിടെ 5 കിട്ടി. 5 -4, അങ്ങനെ ഇവിടെ 1 കിട്ടി. നമ്മൾ ഓരോ എലമെന്റിന്റെയും പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ എലമെന്റിന്റെ ഇൻഡെക്സ് മൈനസ് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് ഓരോ എലമെന്റിന്റെയും സ്പാൻ നമുക്ക് തരും. പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇൻഡെക്സ് അറേ നമ്മൾ ഇനി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? മോഡിഫൈ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് കോഡ് ടു റിട്ടേൺ ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻഡെക്സസ്. ഇഫ് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ഫോർ എനി എലമെന്റ് യൂസ് ഇൻഡെക്സ് ആസ് -1. നമ്മൾ പണ്ട് പഠിച്ച പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ കോഡ് നമ്മൾ മോഡിഫൈ ചെയ്യും ടു റിട്ടേൺ ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻഡെക്സസ്. പണ്ട് നമ്മൾ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിനെ ആയിരുന്നു അറയിൽ വെച്ചിരുന്നത്. അതിന് പകരം ആ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് അറയിൽ വെക്കുക. ഇഫ് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ഫോർ എനി എലമെന്റ് യൂസ് ഇൻഡെക്സ് ആസ് -1. ഒരു എലമെന്റിന് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ എലമെന്റിന്റെ ഇൻഡെക്സ് ആയിട്ട് -1 യൂസ് ചെയ്യും.
പണ്ടത്തെ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ കോഡിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. ആകെ 2 ചേഞ്ചസേ ഉള്ളൂ. സ്റ്റാക്കിലോട്ട് എലമെന്റിനെ അപ്പൻഡ് ചെയ്യുന്നതിന് പകരം എലമെന്റിന്റെ ഇൻഡെക്സിനെ അപ്പൻഡ് ചെയ്യുക. ഇവിടെയുള്ള ഈ കമ്പാരിസണിൽ അറേ ഓഫ് സ്റ്റാക്ക് -1 ആയിരിക്കും. കാരണം ഇപ്പോൾ സ്റ്റാക്കിൽ ഇൻഡെക്സാണ് ഉള്ളത്, അതുകൊണ്ട് അറേ ഓഫ് സ്റ്റാക്ക് -1 വേണം ചെയ്യാൻ. റിസൾട്ട് ഈക്വൽ ടു പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് അറേ. റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിൽ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇൻഡെക്സ് അറേ നമ്മൾ സ്റ്റോർ ചെയ്തു. ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് അറേ നമ്മൾ അറേയിലൂടെ ട്രാവേഴ്സ് ചെയ്യുകയാണ്. റിസൾട്ട് ഐ ഈക്വൽ ടു ഐ മൈനസ് റിസൾട്ട് ഐ. ഇവിടെ നമ്മൾ ഓരോ എലമെന്റിൻ്റെയും സ്പാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. റിട്ടേൺ റിസൾട്ട്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്, കാരണം നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ എങ്ങനെയായിരുന്നു സ്പാൻ കാൽക്കുലേറ്റ് ചെയ്തത്? ആദ്യമേ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് അറേ ഫൈൻഡ് ഔട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ അറേയിലൂടെ ട്രാവേഴ്സ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് അറേ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെയുള്ള ഈ ഫോർ ലൂപ്പിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. നമ്മൾ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ആ കോഡിൽ 2 ചേഞ്ചസ് വരുന്നു. ഇതാണ് ആ 2 ചേഞ്ചസ്. റിസൾട്ട് ഐ ഈക്വൽ ടു ഐ മൈനസ് സ്റ്റാക്ക് -1. ഇവിടെ ചെയ്യുന്ന ഈ കാൽക്കുലേഷനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇഫ് സ്റ്റാക്കിൽ എലമെന്റ് ഉണ്ടെങ്കിൽ റിസൾട്ട് ഐ ഈക്വൽ ടു ഐ മൈനസ് സ്റ്റാക്ക് -1. ഇവിടെ സ്റ്റാക്കിന്റെ ടോപ്പിൽ വരുന്നത് പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് ആയിരിക്കും. അന്നേരം റിസൾട്ട് ഐ ഈക്വൽ ടു ഐ മൈനസ് സ്റ്റാക്ക് -1 ആണല്ലോ. റിസൾട്ട് ഐ എന്ന് പറഞ്ഞാൽ സ്പാൻ ആണ്. സ്പാൻ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐ മൈനസ് സ്റ്റാക്ക് -1 ആണ്. സ്റ്റാക്ക് എം ഡി ആണെങ്കിൽ പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഒന്നും ഇല്ല. പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റ് ഇല്ലാത്തപ്പം പ്രീവിയസ് ഗ്രേറ്റർ എലമെന്റിന്റെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ -1 അല്ലായിരുന്നു എടുത്തിരുന്നത്. അന്നേരം റിസൾട്ട് ഐ ഈക്വൽ ടു ഐ മൈനസ് -1 എന്നായിരിക്കും. അത് i+1 ആണ്. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് n ആണ്.